ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിൻസസ് ഡ്രീം വേൾഡ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് മൂന്നാറിലെ പോതമേട് അടുത്തുള്ള ഗ്രേ ഫാംസ്റ്റേ റിസോർട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഡേ ഔട്ടാണ്. മൂന്നാറിലെ പോതമേടിനടുത്തുള്ള ഒറ്റമരം എന്ന സ്ഥലത്താണ് റിസോർട്ടുള്ളത്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ യാത്രയുള്ള റിസോർട്ടിലായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നല്ല കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ ഈ റിസോർട്ടിലകത്തും പുറത്തുമായിട്ടുള്ള മനോഹരമായ കുറേ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ദ ഗ്രേ ഫാംസ്റ്റേ എന്ന റിസോർട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചൊരു ബിൽഡിംഗ് ആണ്. ഇത് ടാഗോർ മൗണ്ട് ബോർഡിംഗ് സ്കൂളായിട്ട് കുറേ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം സാഗര ഗ്രൂപ്പ് ഇത് ഏറ്റെടുത്ത് സ്കൂൾ കൺവേർട്ട് ചെയ്ത് റിസോർട്ടാക്കി എടുക്കുമായിരുന്നു കേട്ടോ. ഏകദേശം 70 ഏക്കറോളം സറൗണ്ടിങ്സിലാണ് ഈ റിസോർട്ടുള്ളത്. ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ കുറേ ഫിലിംസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയായിരുന്നു കേട്ടോ റിസോർട്ട്. അയാളും ഞാനും തമ്മിൽ ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ കുറേ ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം. ഈ റിസോർട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരുടെ റിസപ്ഷനാണ്. അപ്പോൾ അവിടുന്ന് സ്ട്രെയിറ്റ് പോകുമ്പോൾ കാണുന്നത് നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ചുറ്റും പച്ചപ്പും കുന്നും മലയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഫീലാണ്. നേരത്തെ ഒരു ബോർഡിംഗ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ആ സ്കൂളിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വരാന്തകളും തൂണുകളും ഒക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വാൾസൊക്കെ നല്ല കരിങ്കല്ലിൽ പണി കഴിപ്പിച്ചതാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാൾസാണ്. പിന്നെ ഇതൊരു ഓപ്പൺ ഡോർ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് എയറും തണുത്ത കാറ്റുമൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് നമുക്ക്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ വരാന്തകളിൽ ഇഷ്ടംപോലെ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മോർണിംഗിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു സൺറൈസ് കൂടി ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ്. ഇനി ഇവിടെ 2 നിലകളിലായിട്ടാണ് കേട്ടോ റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് റൂംസാണുള്ളത്. 2 ഫ്ലോറിലും കൂടെ ഏകദേശം ഒരു 16 ബെഡ്റൂംസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ഡോർമെറ്ററി ടൈപ്പ് ബെഡ്റൂമാണ് കേട്ടോ. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സായിട്ട് കുറേ പേരൊക്കെ കൂടി വരുമ്പോൾ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റൂമാണ് കേട്ടോ. ഏകദേശം ഒരു 10-12 പേർക്ക് ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റൂമാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പഴയ ക്ലാസ് റൂംസൊക്കെ കൺവേർട്ട് ചെയ്ത് തന്നെയാവും റൂംസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നല്ല ക്ലീനുമാണ്. വിൻഡോസ് ആണെങ്കിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുറത്തെ വ്യൂസൊക്കെ കിട്ടാൻ പാകത്തിനാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സ്പ്ലിറ്റ് ടൈപ്പ് ബെഡ്റൂമാണ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ. അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഫ്രഷ് എയറും കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നല്ലൊരു റൂമാണിതും. ഇനി അടുത്തൊരു ഫാമിലി ടൈപ്പ് റൂമാണ്. ഫാമിലിക്ക് അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ പറ്റിയ റൂമാണ് കേട്ടോ ഇത് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ വാൾസൊക്കെ നോക്കി നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. റൂഫാണെങ്കിൽ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇതും നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂംസിനോട് ചേർന്നായിട്ട് ഇവർ ഇൻഡോർ ഗെയിം ആക്ടിവിറ്റിക്കുള്ള ഫെസിലിറ്റീസ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സും കുട്ടീസും ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പം ചെസ്സ് കളിക്കാനും ക്യാരംസിനും ടേബിൾ ടെന്നീസിനും ഒക്കെ പറ്റിയ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കൂടിയാണിത്. പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ കോർണേഴ്സിലും ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് പുറത്തെ വ്യൂസൊക്കെ കാണുക എന്നൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടുന്ന് പോകാനും തോന്നത്തില്ല, അത്രയ്ക്ക് രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ.
ഇനി റിസോർട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ മാനേജറായ മിസ്റ്റർ അനൂപിനെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ അനൂപ് പിള്ള, റിസോർട്ടിൻ്റെ മാനേജറാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്രേ ഫാം സ്റ്റേ എന്ന റിസോർട്ടിൻ്റെ മുന്നിലാണ്. അത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഒരുപക്ഷെ ഈ റിസോർട്ടിനെ അറിയില്ലെങ്കിലും ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടാകും. ഇത് ടാഗോർ മൗണ്ട് എന്നുള്ളൊരു സ്കൂളായിരുന്നു. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ അടച്ചതിന് ശേഷം ഇത് പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടാവാം. അയാളും ഞാനും തമ്മിൽ, ചിൽഡ്രൻസ് പാർക്ക്, അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ, നല്ല മലയാളികൾക്ക് എന്ന് സമ്മാനിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം 1 ഇയർ മുമ്പ്, 1 വർഷത്തേക്ക് മുമ്പ് കോവളം സാഗര ബീച്ച് റിസോർട്ട്സ് ഇത് അണ്ടർടേക്ക് ചെയ്ത് നമുക്കിവിടെ റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ റിസോർട്ടിലൂടെ സ്വാഗതം. ഇതുപോലെ നോർത്ത് ഇന്ത്യൻസ്, മലയാളീസ്, കേരളൈറ്റ്സ്, അതുപോലെ ഫോറിനേഴ്സ് എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. നമുക്ക് ഏകദേശം 70 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. അതുപോലെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് എന്ന് വേണ്ട പ്ലാന്റേഷൻ വാക്കിംഗ്, നമുക്കൊരു കോംപ്ലിമെൻ്ററി പ്ലാന്റേഷൻ വാക്കിംഗ് നമ്മൾ ഇതിനകത്തോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രേ ഫാം സ്റ്റഡിലോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ബുക്കിങ്ങിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ നല്ലൊരു ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് പറ്റിയ സ്പേസ് കൂടി ഉണ്ട് ഇവിടെ. സൈക്ലിങ്ങിന്, ഫുട്ബോൾ, ഷട്ടിൽ ബാറ്റ്, ബാസ്ക്കറ്റ് ബോൾ, അപ്പോൾ അതേപോലെ തന്നെ ഊഞ്ഞാലാടാൻ, അതിനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞ് വന്നിട്ട് ഓടി കളിക്കാൻ പറ്റിയൊരു നല്ല വിശാലമായ ഗ്രൗണ്ടാണ്. ഈവനിങ് ടീയും സ്നാക്സും ഒക്കെ കഴിച്ചു. ഇത് നമ്മൾ ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെയായിട്ടൊരു അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സീ ലെവലിൽ നിന്ന് നല്ല ഉയരത്തിലാണ് റിസോർട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. മൂന്നാറിൻ്റെ കുറേ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോഴും നല്ല തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റേഷൻ വാക്ക് വേ ആണ്. മറ്റു റിസോർട്ടിൽ ഇല്ലാത്തത് മനോഹരമായിട്ടുള്ളൊരു വാക്കിംഗ് പാത്താണ് കേട്ടോ ഇവിടെയുള്ളത്. മോർണിംഗ് ആൻഡ് ഈവനിങ് വാക്കിന് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു മനോഹരമായ തീരത്തോടത്ത് നടുവിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഗസ്റ്റുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ടച്ചിങ്ങിനൊക്കെ പറ്റിയ ഇടമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാം കാണാൻ പറ്റും കേട്ടോ. ക്യാമറയിൽ നന്നായിട്ട് പതിഞ്ഞിട്ടില്ല. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റിസോർട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നടത്തം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. തേയിലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും.
ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും സൺറൈസും നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഈവനിങ്ങിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റി. ഇത്രയും മനോഹരമായി ഈ റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജറുടെ പേരും കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു, ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെയാണ് നല്ല സർവീസായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക്